ഇന്ത്യ ലോകത്തെ വെല്ലുന്ന മഹാസൈനിക ശക്തിയായി പൂർണ്ണമാണെന്ന് മനസ്സിലാകാൻ ഒരു നാമം കേട്ടാൽ മതി. രാജേന്ദ്ര ചോളൻ ഒന്നാമൻ. 1025 ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിമാരിൽ ഒരാളായ ഇദ്ദേഹം ഒരു നാവിക സൈനിക പ്രചരണം ആരംഭിച്ചു. അത് അഭൂതപൂർവമാം വിധം ബുദ്ധിശക്തിയുള്ളതും ധൈര്യപൂർണവുമായ ഒരു സൈനിക നടപടിയായിരുന്നു. ചോള രാജവംശം രാജരാജ ചോളൻ ഒന്നാമനും പിൻഗാമി രാജേന്ദ്ര ചോളൻ ഒന്നാമനും നയിച്ച ആദ്യകാല മധ്യ ഏഷ്യയിലെ ഏറ്റവും ശക്തമായ നാവിക ശക്തികളിൽ ഒന്ന് കെട്ടിപ്പടുത്തു. ഇന്ത്യൻ മഹാസമുദ്രത്തെ ചരിത്രകാരന്മാർ ചോള തടാകം എന്ന് വിളിക്കുന്ന ഒന്നാക്കി മാറ്റി. ഇവരുടെ കാലത്താണ് ഇന്തോനേഷ്യയിലെ സുമാത്ര ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ശ്രീവിജയ എന്ന ശക്തമായ സാമ്രാജ്യം സ്ട്രൈറ്റ് ഓഫ് മലാക്ക അടക്കമുള്ള കടലിടുക്കുകളിൽ ആധിപത്യം സ്ഥാപിച്ച് വ്യാപാരത്തെ മൊത്തം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയത്. അവരുടെ ജലാതിർത്തിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ അവരുടെ തുറമുഖങ്ങളിൽ നിർത്തണമെന്ന് നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ കൊള്ളയ്ക്ക് ഇരയാകുകയോ ചെയ്യും. ചോള സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായ തമിഴ് വ്യാപാരികൾ ഈ ചുങ്കങ്ങളിൽ ശ്വാസം മുട്ടി. രാജേന്ദ്ര ചോളന്റെ പ്രതികരണം: 1025 ചോള നാവികസേന ബേ ഓഫ് ബംഗാൾ കടന്ന് തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് ആഴ്ന്നിറങ്ങി. ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ വലിയ നാവിക ആക്രമണം ആരംഭിച്ചു. തന്ത്രം അതിശ്രേഷ്ഠമായിരുന്നു. ചോള സൈന്യം തികച്ചും അപ്രതീക്ഷിതമായ ഒരു പാത ഉപയോഗിച്ചു. ശ്രീവിജയൻ പ്രതിരോധം കേന്ദ്രീകരിക്കപ്പെട്ടിരുന്ന വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തു നിന്ന് സമീപിക്കുന്നതിനു പകരം സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് സുന്ദ സ്ട്രേറ്റ് കടന്ന് പലംബാങ്ങിലേക്ക് തെക്ക് നിന്ന് ആക്രമണം നടത്തി. ഇത് ശ്രീവിജയൻ സൈന്യത്തെ പൂർണ്ണമായും അതിശയത്തിലാഴ്ത്തി. ചോള സൈന്യം ശ്രീവിജയൻ സാമ്രാജ്യത്തിന്റെ തിളങ്ങുന്ന തലസ്ഥാനമായ പലംബാങ് ഉപരോധിച്ചു. നഗരം കൈക്കലാക്കി. രാജകൊട്ടാരം കൊള്ളയടിച്ചു. രാജാവ് സംക്രമ വിജയതുംഗവർമ്മനെ തന്നെ തടവുകാരനാക്കി. പ്രചാരണം വീണ്ടും തുടർന്നു. ഇന്നത്തെ മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, ബർമ എന്നിവ ഉൾക്കൊള്ളുന്ന 14 ശ്രീവിജയൻ തുറമുഖങ്ങൾ രാജേന്ദ്ര ചോളൻ ആക്രമിച്ചു. ഇത് ഒരു വിദേശ രാജ്യത്ത് കടന്നുള്ള ആക്രമണമായിരുന്നു. പകരം വെക്കാൻ മറ്റൊരു വാക്കില്ല. ഇതൊന്നു മാത്രമല്ല, രാഷ്ട്രകൂടാസ്, ഹിമാലയാസ്, ഒഡീഷ, ഗുജറാത്ത് തുടങ്ങിയ ഇന്ത്യയുടെ മറ്റ് പ്രവിശ്യകളിലേക്കും അദ്ദേഹം പടയോട്ടം നടത്തി. അതിനാൽ ഈ വാദം നാം ആരെയും ആക്രമിച്ചിട്ടില്ല എന്ന വാദം സത്യമാണോ? സത്യമല്ലെന്ന് കാണാം. പക്ഷേ അത് ഇന്ത്യയെ ദുർബലമാക്കുന്നില്ല. പകരം ഇന്ത്യയെ ഒന്നുകൂടി ശക്തിമത്തായതും സത്യസന്ധവുമാക്കുന്നു. കാരണം ചോളന്മാർ ഈ പ്രദേശങ്ങളിലൊന്നും ദീർഘകാല ഭരണ നിയന്ത്രണം സ്ഥാപിക്കാൻ ശ്രമിച്ചില്ല. പകരം അവരുടെ ലക്ഷ്യം ശ്രീവിജയയുടെ കടൽ മാർഗങ്ങളിലുള്ള കുത്തക ഒഴിവാക്കുക, അതിന്റെ നേതൃത്വത്തെ അപമാനിക്കുക, തമിഴ് വ്യാപാരികൾക്ക് സ്വതന്ത്രമായ പ്രവേശനം ഉണ്ടാക്കുക മുതലായവയായിരുന്നു. ഇത് കൊളോണിയലിസം ആയിരുന്നില്ല, മതപരിവർത്തനമായിരുന്നില്ല, ഒരു വിദേശ ജനതയ്ക്ക് മേൽ ഭാഷാ, സംസ്കാരം, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ അടിച്ചേൽപ്പിക്കലായിരുന്നില്ല. ഇത് യുദ്ധക്കപ്പലുകളുമായി നടത്തിയ ഒരു വ്യാപാര യുദ്ധമായിരുന്നു. സൈനിക ആക്രമണത്തിന് ശേഷം വ്യാപാരം വളരെ പെട്ടെന്ന് പുനരാരംഭിച്ചു. സോങ് രാജവംശത്തിന്റെ ചൈനീസ് രേഖകൾ ആക്രമണം നടന്ന് 3 വർഷങ്ങൾക്ക് ശേഷം 1028 ശ്രീവിജയൻ ദൂതന്മാർ ചൈനയിൽ എത്തിയതായി പറയുന്നു. 3 വർഷം. ഇതിനെ ബ്രിട്ടീഷ് കൊളോണിയലിസവുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. ഇന്ത്യ 200 വർഷം കൊള്ളയടിക്കപ്പെട്ടു. ക്ഷാമം ബാധിച്ച് വ്യാവസായിക തകർച്ചയിലായ ഒരു സമ്പൽ വ്യവസ്ഥ മാത്രം ബാക്കിയായി. അല്ലെങ്കിൽ ഇറാനിലെ മംഗോൾ ആക്രമണവുമായി ഒന്ന് ഉപമിക്കൂ. ജനസംഖ്യയുടെ 70% അവർ ഇറാനിൽ നിന്ന് തുടച്ചു നീക്കിയത്. 1000 വർഷം നിലനിന്ന ജലസേചന സംവിധാനങ്ങൾ അടക്കം പാടെ നശിപ്പിച്ചുകൊണ്ട്. ആരെയും ഒരിക്കലും ആക്രമിച്ചിട്ടില്ല എന്ന വാദം വളരെ ലളിതവൽക്കരിക്കുന്നതാണെങ്കിൽ ഇന്ത്യയെ ശരിക്കും വ്യത്യസ്തയാക്കുന്ന ഗുണങ്ങൾ, ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും ഒരു കാലത്ത് പരസ്പരം ആക്രമിച്ച് കീഴടക്കൽ വളരെ സാധാരണമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത്. ഇന്ത്യ ജീവന്റെ മഹത്വം, മനുഷ്യകാരുണ്യം, യുദ്ധകാലത്ത് പോലും ധർമ്മത്തിന്റെ മേൽക്കോയ്മ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന മൂല്യം നൽകിയ ഒരു നാഗരികതയാണ്. അതിന്റെ പ്രാചീനമായ മതപരവും ആത്മീയവും തത്വചിന്തകവുമായ പൈതൃകത്തിൽ വേരൂന്നിയ ഒരു ധർമ്മയുദ്ധം.
ആ ചര്യ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു: ആയുധമില്ലാത്തവരെ, പരിക്കേറ്റവരെ, കീഴടങ്ങിയവരെ ആക്രമിക്കരുത്. ഏത് വില കൊടുത്തും സാധാരണ ജനങ്ങളെ സംരക്ഷിക്കണം. ആരാധനാലയങ്ങൾ, ധാന്യപ്പുരകൾ, ആശുപത്രികൾ, വീടുകൾ ഇവ യുദ്ധകാലത്തും ലംഘനത്തിന് അതീതമാണ്. ഇതിന്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭൂമിയിലെ മറ്റേതൊരു പ്രഗത്ഭരായ നാഗരികതയും, റോമാക്കാരാവട്ടെ, മംഗോളിയൻസ് ആവട്ടെ, അസീരിയൻസ് ആവട്ടെ, ഓട്ടോമൻസ് ആവട്ടെ, യുദ്ധത്തെ ആധിപത്യത്തിന്റെയും അക്രമത്തിന്റെയും സമ്പത്ത് കൊള്ളയടിക്കലിന്റെയും മാത്രം മാർഗമായി കണ്ടുപോന്നിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ തത്വചിന്താ പാരമ്പര്യം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. ജനീവ ഉടമ്പടികൾ ഉണ്ടാകുന്നതിന് 3000 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ജനീവ കൺവെൻഷൻസ് എന്ന് നാം വിളിക്കുന്ന നിയമങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു. 1947 ദേശീയ പതാകയുടെ കേന്ദ്ര മോട്ടീഫ് ആയി അശോക ചക്ര അഥവാ ധർമ്മചക്രം ഉൾപ്പെടുത്താനുള്ള ഇന്ത്യയുടെ തീരുമാനം ഇതിന്റെ ആഴം വ്യക്തമാക്കുന്നു. നിയമത്തിന്റെ ചക്രം ഒരു വാളല്ല, ഒരു കഴുകനല്ല, ഒരു വ്യാളിയല്ല. ദേശീയ ഐഡന്റിറ്റിയുടെ കേന്ദ്രത്തിൽ ഒരു ധാർമ്മിക ക്രമത്തിന്റെ ചക്രം. ഇന്ത്യ ലോകത്തിന് കയറ്റുമതി ചെയ്തത് എന്താണ് എന്ന ഒരു മറു ചോദ്യവുമുണ്ട്. ഗ്രീക്ക് നാഗരികത വിദേശത്ത് പോയത് സൈന്യങ്ങളുമായാണ്. രാജ്യതന്ത്രങ്ങളാണ് അവർ ലോകത്തെ പഠിപ്പിച്ചത്. അറബ് നാഗരികത വ്യാപിച്ചത് കീഴടക്കൽ കൊണ്ടും സംസ്കാരം കൊണ്ടും, പിന്നീട് കച്ചവടം കൊണ്ടും. എന്നാൽ ഇന്ത്യൻ നാഗരികത തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് വ്യാപിച്ചത് പ്രധാനമായും വ്യാപാരം, പാണ്ഡിത്യം, ആത്മീയ ആചരണം ഇവ വഴിയാണ്. കംബോഡിയയിലെ അങ്കർ വാട്ടിന്റെ ക്ഷേത്രങ്ങൾ ഹിന്ദു വാസ്തുശില്പ പാരമ്പര്യത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. തായ്ലൻഡ് എന്ന പേര് സംസ്കൃതത്തിലെ സ്ഥാന എന്ന വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. മലായ് രാജകീയ ഇതിഹാസങ്ങൾ സംസ്കൃത വാക്കുകളും ഇന്ത്യൻ പ്രപഞ്ചശാസ്ത്ര ആശയങ്ങളും നിറഞ്ഞതാണ്. ഒരൊറ്റ കൊളോണിയൽ ഭരണ സംവിധാനം കൂടാതെ ഇന്ത്യ ഏഷ്യയുടെ പകുതിയെ സാംസ്കാരികമായി കീഴടക്കി. റോം, ബ്രിട്ടൻ, മംഗോൾസ് ഇവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ചരിത്രത്തിന്റെ പല സമയത്തും ഇന്ത്യക്ക് അസാമാന്യമായ ജനസംഖ്യാബലവും ധീരന്മാരായ രാജാക്കന്മാരും ഉണ്ടായിട്ടും അവരെ പോലെ ഒരു കൊളോണിയൽ സംസ്കാരം, ഒരു വൈദേശിക ആക്രമണത്തിന്റെ സംസ്കാരം എന്തുകൊണ്ട് ഇന്ത്യ ഉണ്ടാക്കിയില്ല എന്ന ഒരു മറുചോദ്യമുണ്ട്. ഗ്രീക്ക് സൈന്യവും റോമൻ സൈന്യവും ഒരു മഹത്തായ ജനതയുടെ ആണിക്കല്ലായി യുദ്ധത്തിന്റെ ആധിപത്യത്തെ കണ്ടു, കീഴടക്കൽ ആഘോഷിച്ചു. ഇന്ത്യ, ചൈന ഇവ പോലെ കേവലം ഭൗതിക തൃപ്തിക്കപ്പുറമുള്ള ഒന്ന് ഉൾക്കൊള്ളുന്ന സംസ്കാരങ്ങൾ അവരുടെ കീഴടക്കലുകളെ അതേ രീതിയിൽ പക്ഷേ ആഘോഷിക്കുന്നില്ല. ഇത് ഒരു നിർണായക ഉൾക്കാഴ്ചയാണ്. റോമ സാമ്രാജ്യത്തിന് കീഴടക്കൽ തന്നെയാണ് ലക്ഷ്യം. കൊള്ളയടിക്കപ്പെട്ട ജനങ്ങൾ തെരുവിൽ അണിനിരക്കുന്ന ഘോഷയാത്രകൾ, കൊട്ടാരത്തിൽ കൂമ്പാരമായ കൊള്ള മുതൽ ഇങ്ങനെ റോം തങ്ങളുടെ മഹത്വം നിർവചിച്ചു. ഇന്ത്യ പക്ഷേ മഹത്വം വ്യത്യസ്തമായി അളന്നു. ഇന്ത്യൻ നാഗരികതയിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തികൾ അതിന്റെ സേനാനായകന്മാർ ആയിരുന്നില്ല. തത്വചിന്തകർ, കവികൾ, സന്യാസിമാർ, ഗണിതശാസ്ത്രജ്ഞർ മുതലായവരായി. ലോകത്തിന് പൂജ്യം എന്ന ആശയം നൽകിയ ആര്യഭട്ട, ആധുനിക തന്ത്രജ്ഞർ ഇന്നും പഠിക്കുന്ന രാഷ്ട്രമീമാംസ ഗ്രന്ഥമെഴുതിയ ചാണക്യ, ഏഷ്യ മൊത്തമായി ബൗദ്ധചിന്തയെ സ്വാധീനിച്ച നാഗാർജുന, ഇവരെയെല്ലാമാണ് ഇന്ത്യ ഓർക്കുന്നത്, കീഴടക്കൽക്കാരെയല്ല. കിങ് അശോകയെ ആലോചിച്ചു നോക്കൂ. ഇന്ത്യയിലുണ്ടായ ഏറ്റവും പ്രഗത്ഭരായ രാജാക്കന്മാരിൽ ഒരാളായിരുന്നു അശോക ചക്രവർത്തി, എംപറർ അശോക. അഫ്ഗാനിസ്ഥാൻ മുതൽ തമിഴ്നാട് വരെ നീളുന്ന വിശാലമായ സാമ്രാജ്യം. 261 BC-യിൽ കലിംഗ യുദ്ധത്തിന് ശേഷം ആളുകൾ കൂട്ടമായി മരിച്ചു വീഴുന്നത് കണ്ട് അതേ നിമിഷം തീരുമാനിച്ചു, ഇനി താൻ യുദ്ധത്തിനില്ല. സൈനിക വ്യാപനം ത്യജിച്ചു. ജീവിതത്തിന്റെ ബാക്കി ഭാഗം ആശുപത്രികൾ നിർമ്മിക്കാനും പാതയോരങ്ങളിൽ മരങ്ങൾ നടാനും ജന്തുക്കളെ സംരക്ഷിക്കാനും, ഒരു സാമ്രാജ്യമല്ല ഒരു തത്വചിന്ത തന്നെ പ്രചരിപ്പിക്കാൻ ബുദ്ധദൂതന്മാരെ ഏഷ്യ മൊത്തം അയക്കാനായി അദ്ദേഹം തീരുമാനിച്ചു. കീഴടക്കൽ ഉപേക്ഷിച്ച് സമാധാനം തിരഞ്ഞെടുത്തതിലൂടെ അദ്ദേഹം ഒരു ഐതിഹ്യമായി മാറി. ലോകത്ത് മറ്റെവിടെയാണ് ഒരു രാജാവ് ശക്തിക്ക് പകരം സമാധാനം തിരഞ്ഞെടുത്ത് ഒരു ഐതിഹ്യമാകുന്നത്? ഈ ചരിത്രങ്ങളെല്ലാം ഇപ്പോൾ ഈ വർഷങ്ങളിൽ പ്രാധാന്യം അർഹിക്കുന്നത് മറ്റൊരു ചിന്താഗതി ഇന്ത്യയിൽ വളർന്നു വരുന്നത് കൊണ്ടാണ്. ആക്രമണത്തിൽ ഊറ്റം കൊള്ളുന്നതിന്റെ, അഭിമാനം കൊള്ളുന്നതിന്റെ ഒരു പുതിയ ചിന്താരീതി. ആധുനിക കാലത്തും ഇന്ത്യ വളരെ നിയന്ത്രിതമായാണ് മറ്റു രാജ്യങ്ങളുമായി ഇടപെട്ടിരുന്നത്. ബംഗ്ലാദേശ് വിമോചനത്തിലേക്ക് നയിച്ച 1971 യുദ്ധം മനുഷ്യോചിതമായ യുദ്ധത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയ്ക്ക് ഒരു തെളിവാണ്. ഇന്ത്യൻ സൈന്യം സാധാരണ ജനവാസ മേഖലകൾ ഒഴിവാക്കാൻ അസാധാരണമായി ശ്രമം നടത്തി. വിജയിച്ച ശേഷം ഇന്ത്യൻ സൈനികർ ബംഗ്ലാദേശിലെ സാധാരണ ജനങ്ങളാൽ സംയമനത്തിനും അച്ചടക്കത്തിനും ആദരിക്കപ്പെട്ടു. പിടിക്കപ്പെട്ട പാകിസ്ഥാൻ സൈനികരെ പോലും അന്തസ്സോടെയാണ് പരിഗണിച്ചത്. ഇന്ത്യ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ സൈനിക ശക്തി ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വളരെ കൃത്യമായ ഒരു കാരണമുള്ളത് കൊണ്ടായിരുന്നു. വളരെ നിയന്ത്രണത്തോടെയായിരുന്നു. വളരെ പരസ്പര ബഹുമാനങ്ങളോടെയായിരുന്നു.
ഈ രീതികളാണ് കടന്നാക്രമിക്കലുകളിലൂടെ ഇല്ലാതാക്കണമെന്ന് കൃത്രിമമായ രാജ്യസ്നേഹത്താൽ ഊറ്റം കൊള്ളുന്ന ചിലർ പറയുന്നത്. പണ്ട് പിടിക്കപ്പെട്ട പാകിസ്ഥാനി സൈനികരെ തിരിച്ചയക്കുന്നതിന് പകരം ടോർച്ചർ ചെയ്യുകയോ ഇല്ലാതാക്കുകയോ ചെയ്യണമെന്ന വാദത്തിൽ നിന്ന് തുടങ്ങി ചെസ്റ്റ് തമ്പിങ് നാഷണലിസം മറ്റു മേഖലകളിലേക്കും പതിയെ വ്യാപിക്കുകയാണ്. ശരിക്കും ഇന്ത്യ എന്താണ് ചെയ്യേണ്ടത്?